പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ആദിമുതൽ നമ്മുടെ മേൽ ദൈവകരുണയും മനോഗുണവും എന്നേക്കും ഉണ്ടായിരിക്കട്ടെ. ആമീൻ. ദൈവത്തിൻ്റെ പരിശുദ്ധമായ തിരുനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ക്രിസ്തുയേശുവിൽ ഏറ്റവും സ്നേഹമുള്ള ദൈവമക്കളെ, ഇത് ഉത്ഥാന പെരുന്നാളിൻ്റെ ദിനങ്ങളാണ്. കർത്താവ് യേശു മിശിഹ മരണത്തെ തോൽപ്പിച്ച്, മരണത്തെ ജയിച്ച് ഉത്ഥാനം ചെയ്തിരിക്കുന്നു. ഏത് മനുഷ്യൻ്റെ ജീവിതത്തിലും ഏറ്റവും കൂടുതൽ ഭയം വിതയ്ക്കുന്ന സംഗതിയാണ് മരണം. മരണമെന്ന വാക്ക് പോലും നമുക്കിഷ്ടമല്ല. മരിക്കുമെന്ന് കേട്ടാൽ നമ്മൾ വല്ലാതെ ഉലഞ്ഞു പോകും. അപൂർവങ്ങളിൽ അപൂർവം ചില ആളുകൾ മാത്രമേ മരിക്കാൻ എനിക്ക് മനസ്സാണെന്ന് പറഞ്ഞിട്ടുള്ളൂ. അങ്ങനെ പറഞ്ഞ ആളുകളിൽ ഒരുവനാണ് അപ്പോസ്തലനായ പൗലോസ്. അദ്ദേഹം പറഞ്ഞു, മരിക്കുന്നത് എനിക്ക് ലാഭമാണ്. എന്തുകൊണ്ടെന്നാൽ ഞാൻ ജീവിക്കുന്നത് ക്രിസ്തുവിലാണ്, അതുകൊണ്ട് മരിക്കുന്നത് എനിക്ക് ലാഭമാണ്. പ്രിയപ്പെട്ടവരെ, എന്നാൽ സാമാന്യ മനുഷ്യനെ സംബന്ധിച്ച് മരിക്കുക എന്ന് പറയുന്നത് സഹിക്കാൻ പറ്റാത്ത ഒരു സംഗതിയാണ്. വിശ്വാസവും പ്രത്യാശയും സ്നേഹവും നിറഞ്ഞവർക്ക് പറയാൻ കഴിയും, മരിക്കാൻ എനിക്കിഷ്ടമാണ്, മരിക്കുന്നത് ലാഭമാണ്. മരണത്തിനപ്പുറം ഒരു ജീവിതമുണ്ടെന്ന് അടയാളപ്പെടുത്തുവാൻ മരണത്തെ തോൽപ്പിച്ച് ഉത്ഥാനം ചെയ്ത മശിഹ ജീവിക്കുന്നു. ലോകത്തുള്ള അനേക മഹാന്മാർ മരിച്ചടക്കപ്പെട്ട കല്ലറുകൾ ഇന്നും തുറക്കപ്പെട്ടിട്ടില്ല. കാരണം അവരാരും ഉയിർത്തെഴുന്നേറ്റിട്ടില്ല. അവരെല്ലാം കല്ലറുകളിൽ ഉറങ്ങുകയാണ്, അവിടെ അസ്തമിച്ച് കിടക്കുകയാണ്. എന്നാൽ കർത്താവായ യേശു മിശിഹ, അവൻ അടക്കപ്പെട്ട കല്ലറ ഇന്നും തുറന്ന് കിടക്കുകയാണ്. ആ കല്ലറയ്ക്കുള്ളിൽ അവനില്ല, അവൻ അവിടെ നിന്ന് ഉയിർത്തെഴുന്നേറ്റിരിക്കുകയാണ്. പ്രിയപ്പെട്ട ദൈവമക്കളെ, ഈ ഒഴിഞ്ഞ കല്ലറ നമ്മളോട് സംസാരിക്കുന്നത് മരണം അവസാനത്തെ വാക്കല്ല എന്നുള്ളതാണ്. അതിലൂടെ കർത്താവ് അടയാളപ്പെടുത്തിയത് നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഇതുപോലെ ഒരു പുനരുത്ഥാനത്തിന് അവസരമുണ്ട് എന്നാണ്. അതുകൊണ്ട് തന്നെ മരണത്തെ ഭയപ്പെടേണ്ടതില്ല, മരണത്തിനപ്പുറം ഒരു ജീവിതമുണ്ട് എന്നാണ്. മരിച്ചിട്ട് ഉയർത്തെഴുന്നേറ്റവനായ കർത്താവ് തൻ്റെ ശിഷ്യന്മാർക്ക് പ്രത്യക്ഷപ്പെടുന്നുണ്ട്. അവരോടുകൂടെ ഭക്ഷിച്ച് പാനം ചെയ്യുന്നുണ്ട്. അവരോടുകൂടെ വഴിയാത്ര ചെയ്യുന്നുണ്ട്. അവർക്ക് വേണ്ടി ആഹാരം ഒരുക്കി കാത്തിരിക്കുന്നുണ്ട്. അവരോട് പ്രബോധനങ്ങൾ പറയുന്നുണ്ട്. അവരെ വിശ്വാസത്തിൽ ഉറപ്പിക്കുന്നുണ്ട്. അവരോട് ചില ചുമതലകൾ അവരെ ഏൽപ്പിക്കുന്നുണ്ട്. ഉദ്ധിതനായ കർത്താവ് വിദൂരസ്ഥനല്ല, സമീപസ്ഥനാണെന്ന്, കൂടെ ഇരിക്കുന്നവനാണെന്ന്, കൈപിടിച്ച് നടത്തുന്നവനാണെന്ന്, കാര്യങ്ങൾ ബോധ്യപ്പെടുത്തുന്നവനാണെന്ന് ഈ ഉത്ഥാന പെരുന്നാളിൻ്റെ നാളുകളിൽ നമ്മുടെ ഹൃദയത്തിൽ ഉറപ്പിക്കണം. ഉത്ഥാനം ചെയ്ത യേശുവിനെയാണ് നാം പിന്തുടരുന്നത്. അതുകൊണ്ട് ജീവനുള്ളവൻ, മരണത്തെ ജയിച്ചവൻ, ജീവിപ്പിക്കുന്നവൻ, ശക്തി പകരുന്നവൻ, ആ ദൈവത്തിലാകണം നമ്മുടെ മനസ്സ് ഉറയ്ക്കേണ്ടത്. മരണം അവസാന വാക്കല്ല. മരണത്തിലെല്ലാം തീരുന്നില്ല, അതിനപ്പുറം ഒരു ജീവിതമുണ്ട്. ഭൗമലോകത്ത് യേശു മിശിഹ പ്രവർത്തിച്ചിരുന്ന കാലഘട്ടത്തിൽ പലരെയും മരണത്തിൽ നിന്ന് വിളിച്ചുണർത്തിക്കൊണ്ട് മരണത്തിൻ്റെ മേൽ അധികാരമുള്ളവനാണ് താനെന്ന് അടയാളപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. നയീൻ പട്ടണത്തിലെ വിധവയുടെ മകനെ സെമിത്തേരിയിലേക്ക് ഒരു ശവമഞ്ചത്തിൽ ബാല്യക്കാർ ചുമന്നുകൊണ്ട് പോകുന്ന രംഗം ഓർക്കുന്നില്ലേ നിങ്ങൾ? വിധവയായ അമ്മയ്ക്ക് ഏകജാതനായ മകനും കൂടെ നഷ്ടപ്പെട്ടിട്ട് അവളുടെ ജീവിതത്തിലുണ്ടായ ശൂന്യത താങ്ങാനാകാതെ നെഞ്ചുകീറി നിലവിളിക്കുന്ന അമ്മയുടെ കണ്ണുനീർ കണ്ടിട്ട് അടുത്ത് ചെന്ന് ശവമഞ്ചം തൊട്ടു കർത്താവ്. ചുമക്കുന്നവർ നിന്നു. താഴെ ഇറക്കാൻ പറഞ്ഞു. അവന് താഴെ ഇറക്കി വച്ചപ്പോൾ മരിച്ച് ശവമഞ്ചത്തിൽ കിടക്കുന്ന സെമിത്തേരിയിലേക്ക് വഹിച്ചു കൊണ്ടുപോകുന്ന ആ മൃതദേഹത്തിൻ്റെ കയ്യിൽ പിടിച്ചിട്ട് ബാല്യക്കാരായി എഴുന്നേൽക്കുക എന്ന് കൽപ്പിച്ചവനാര്? മരണം അവസാന വാക്കല്ലെന്നും മരണത്തിനും അപ്പുറമൊരു ജീവിതമുണ്ടെന്നും മരണത്തെ ജയിപ്പാൻ കരുത്തുള്ളൊരു ദൈവമുണ്ടെന്നും അവിടെ അടയാളപ്പെടുത്തുകയായിരുന്നു. മരണത്തിൻ്റെ മേൽ അധികാരമുള്ള ദൈവം, അവനാണ് കർത്താവ്. ലാസർ മരിച്ചു, കല്ലറയിൽ അടക്കപ്പെട്ടു. ലാസർ രോഗിയായിരിക്കുമ്പോഴേ വാർത്ത കർത്താവ് അറിഞ്ഞതാണ്, പോയില്ല. യോഹന്നാൻ എഴുതിയ രക്ഷാസുവിശേഷം 11-ാം അധ്യായം ശ്രദ്ധിച്ച് വായിച്ചാൽ മനസ്സിലാകും, മനഃപൂർവ്വം പോകാതിരുന്നതാണ്, പോയില്ല.
അപ്പോൾ ലാസർ അത്യാസന്ന നിലയിലായി. വീണ്ടും ആളയച്ചു, കർത്താവ് പോയില്ല. ലാസർ മരിച്ചു, ആളയച്ചു, കർത്താവ് പോയില്ല. അവർക്കൊരു പ്രതീക്ഷയുണ്ടായിരുന്നു. ഏതു ദീനങ്ങളും സുഖപ്പെടുത്തുന്ന യേശുവിൻ്റെ സാന്നിധ്യം ഇവിടെ ഉണ്ടായാൽ നിശ്ചയമായിട്ടും ലാസർ യേശുവിൻ്റെ പ്രാണസ്നേഹിതനാകൊണ്ട് അവൻ്റെ രോഗം സുഖപ്പെടുത്തുമെന്ന്. എന്നാൽ രോഗം സുഖപ്പെടുത്തുന്ന കർത്താവിനെ കണ്ട ജനത്തോട് ഞാൻ മരണത്തെ തോൽപ്പിക്കുന്ന ദൈവമാണെന്ന് അടിവരയിട്ട് പറയുവാൻ ഒരവസരം കർത്താവ് ഒരുക്കുകയായിരുന്നു. ലാസർ മരിച്ചു, കല്ലറയിൽ അടക്കപ്പെട്ടു. എന്നിട്ടും കർത്താവ് പോയില്ല. 1 നാൾ കഴിഞ്ഞു, 2 നാൾ കഴിഞ്ഞു, 3 നാൾ കഴിഞ്ഞു. എന്താണ് ഈ 3 നാൾ കഴിയാൻ വരെ കാത്തിരിക്കാൻ കാരണം? യഹൂദന്മാരുടെ ഇടയിൽ ഒരു ചിന്തയുണ്ട്. ഒരാൾ മരിച്ചാൽ അയാളുടെ ആത്മാവ് 3 നാൾ വരെ മൃതദേഹത്തോട് ചേർന്ന് പറ്റിയിരിക്കും എന്നാണ് അവർ ചിന്തിക്കുന്നതും പഠിപ്പിക്കുന്നതും. അതുകൊണ്ട് ഈ 3 നാളുകൾക്കുള്ളിൽ കർത്താവ് അവനെ ഉയർത്തെഴുന്നേൽപ്പിച്ചാൽ ഈ യഹൂദന്മാർ വാദിക്കും അവൻ്റെ പ്രാണൻ പോയിരുന്നില്ല, അവൻ്റെ ആത്മാവ് വിട്ടുപോയിരുന്നില്ല. ഇതിൽ വലിയ അതിശയോക്തിയൊന്നുമില്ല, അത്ഭുതമൊന്നും സംഭവിച്ചിട്ടില്ല. എന്നാൽ 3 നാൾ കഴിഞ്ഞാൽ ഒരു ശരീരത്തിലും ആത്മാവ് നിലനിൽക്കയില്ല എന്ന യഹൂദന്മാരുടെ കാഴ്ചപ്പാടിനെ അടിവരയിടുവാനാണ് ആ 3 നാൾ കർത്താവ് താമസിച്ചത്. 4-ാം നാളിൽ കർത്താവ് അവിടെ ചെല്ലുകയാണ്. അപ്പോൾ ശിഷ്യന്മാർ പറയുന്നുണ്ട് വൈകിപ്പോയി, മാർത്ത പറയുന്നുണ്ട് വൈകിപ്പോയി, മറിയ സങ്കടപ്പെട്ടു, അവളും പറഞ്ഞിട്ടുണ്ട് വൈകിപ്പോയി. യേശുവിനെ അറിയാവുന്നവരും യേശുവിനെ സ്നേഹിക്കുന്നവരുമായ പുരുഷാരവും പറഞ്ഞു വൈകിപ്പോയി. എന്നാൽ കർത്താവ് ഉള്ളത്തിൽ പറഞ്ഞു ഒട്ടും വൈകിപ്പോയിട്ടില്ല, ഇതാണ് സമയം. കല്ലറയുടെ വാതിക്കൽ നിന്ന് കല്ലുരുട്ടി മാറ്റുവാൻ കർത്താവ് കൽപ്പിച്ചപ്പോൾ തടഞ്ഞത് മാർത്തയാണ്, ലാസറിൻ്റെ സഹോദരി. വേണ്ട ഗുരു, നാറ്റം വമിച്ചു തുടങ്ങിയിട്ടുണ്ടാകും, സഹിക്കാനാകില്ല. മനുഷ്യ ശരീരം ജീർണിച്ചാൽ അതിൽ നിന്ന് വമിക്കുന്ന ദുർഗന്ധത്തേക്കാൾ നീചമായ ഒരു ദുർഗന്ധം ലോകത്ത് വേറെയില്ല. വേണ്ട, തുറക്കണ്ട. കർത്താവ് പുഞ്ചിരിയോടെ പറഞ്ഞു തുറക്കുക, കല്ലറയുടെ വാതിൽ തുറക്കുക. പ്രിയ ദൈവമക്കളെ, ഒടുവിൽ അവരത് ചെയ്തു. കെട്ടപ്പെട്ടവനായി കല്ലറയിൽ അടക്കപ്പെട്ട ലാസറിനെ മരിച്ചടക്കപ്പെട്ട് 4-ാം നാളിൽ യേശു വിളിക്കുകയാണ്, പുറത്തു വരിക. മരണത്തിൻ്റെ മേൽ അധികാരമുള്ളവൻ വിളിച്ചാൽ മരിച്ചവൻ മടങ്ങി വരും. ലാസർ ഒഴുകി പുറത്തേക്ക് വരികയാണ്. ലാസർ കല്ലറ വിട്ട് നടന്നല്ല പുറത്തേക്ക് വന്നത്, ഒഴുകി പുറത്തേക്ക് വരികയാണ്. വായുവിൽ പൊങ്ങി ഒഴുകിയാണ് വരുന്നത്. ജനം ഓടി പരക്കം പാഞ്ഞിട്ടുണ്ടാകണം. പുറത്തു വന്ന് ലാസർ പൊതിഞ്ഞ് കെട്ടപ്പെട്ട നിലയിൽ കിടക്കുമ്പോൾ കർത്താവ് പറയുന്നുണ്ട് കെട്ടുകൾ അഴിപ്പീൻ, അവൻ പോകട്ടെ. മരണത്തിൻ്റെ മേൽ അധികാരമുള്ളവൻ അവനാണ്. മരണത്തെ തോൽപ്പിച്ച് പാതാളത്തിൻ്റെ ഇരുമ്പോടാമ്പലുകൾ ഇടിച്ച് തകർത്ത് മരണത്തിൻ്റെ വിഷപ്പല്ല് പറിച്ച് ഇനി മരണത്തിന് എൻ്റെ ജനതതിമേൽ അധികാരമില്ലെന്ന് അട്ടഹസിച്ച് സിംഹഗർജനം മുഴക്കി പാതാളത്തെ മഹാഭയത്തിൽ തള്ളിയിട്ടിട്ട് ഉയർത്തെഴുന്നേറ്റിരിക്കുന്നത്. അവൻ പറയുന്നു മരണമൊരവസാന വാക്കല്ല. അതേ, മരണമൊരവസാന വാക്കല്ല. മരണത്തിൽ ജീവിതം തീരുന്നില്ല, മരണത്തിനപ്പുറം ഒരു ജീവിതമുണ്ട്. മരിച്ചവർ ഉത്ഥാനം ചെയ്യും, പുനരുത്ഥാനം ഉറപ്പാണ്. മരണാനന്തരം ഒരു ജീവിതമുണ്ടെന്ന് മരിച്ചു ഉയർത്തെഴുന്നേറ്റവനാണ് പറയുന്നത്. അതുകൊണ്ട് ആശങ്ക വേണ്ട, മരണത്തെ ഇനി ഭയപ്പെടേണ്ടതില്ല എന്ന് ദൈവം ഉറപ്പ് തരികയാണ്. പ്രിയപ്പെട്ടവരെ, ആ ഉത്ഥിതനായ ക്രിസ്തു, മരണത്തെ ജയിച്ചവൻ, ഇന്ന് നമ്മോട് പറയുന്ന ചില സന്ദേശങ്ങളുണ്ട്. യേശുവിന് പറയാനുള്ള ചില സന്ദേശങ്ങൾ. നിങ്ങളുടെ ഉള്ളം സംഘർഷങ്ങൾ കൊണ്ട് നിറഞ്ഞിരിക്കുകയാണോ? നിങ്ങൾ പലവിധമായ സംഗതികളിൽ ഉലഞ്ഞുപോയ മനസ്സിൻ്റെ ഉടമകളായി ജീവിക്കുകയാണോ? നിങ്ങളാകെ സംഘർഷത്തിലും വല്ലാത്ത മാനസിക ഭാരത്തിലും ഇരിക്കുകയാണോ? എന്നാൽ തമ്പുരാൻ പറയുന്നു, നിങ്ങൾ ഒന്നിനെക്കുറിച്ചും ഭയപ്പെടേണ്ട, ഒന്നിനെക്കുറിച്ചും ആശങ്കാകുലരാകണ്ട, നിങ്ങൾ ഒന്നിനെക്കുറിച്ചും കലങ്ങിപ്പോകണ്ട. ജീവിതത്തിലെ സംഘർഷങ്ങളെല്ലാം താൽക്കാലികമാണ്. മരണം പോലും താൽക്കാലികമായൊരു അനുഭവമാണ്. ഇതിനപ്പുറത്ത് നമുക്കൊരു ഭാഗ്യകരമായ ജീവിതമുണ്ട്. വിശ്വസിക്കുക, മരണം ഒരു അവസാന വാക്കല്ല. ഇനി
കർത്താവിൻ്റെ ഉത്ഥാന പെരുന്നാളുമായി ബന്ധപ്പെട്ട് നാം ധ്യാനിക്കുമ്പോൾ യേശുവിനെ ഒരുപാട് സ്നേഹിച്ച ചിലരെ നമ്മളവിടെ കാണുന്നുണ്ട്. യേശുവിൻ്റെ അപ്പോസ്തലന്മാരിൽ ഒരാളൊഴികെ ബാക്കി എല്ലാവരും കർത്താവിനെ കുരിശേറ്റുന്ന സമയത്ത് ഭയപ്പെട്ട് ചിതറി ഓടിപ്പോയവരാണ്. യോഹന്നാൻ അപ്പോസ്തലനാണ് കുരിശിൻ്റെ ചുവട്ടിൽ നിന്ന ആ ഏകൻ. യേശുവിനോട് ഒരുപാട് സ്നേഹമുണ്ടായിരുന്നത് കൊണ്ട് യോഹന്നാൻ അപ്പോസ്തലന് യേശുവിൻ്റെ സഹനങ്ങളിൽ അവനെ ഉപേക്ഷിച്ച് പോകാൻ കഴിഞ്ഞില്ല. എന്നാൽ അവിടെ നമ്മളെ ചിന്തിപ്പിക്കുന്ന മറ്റൊരു വിഷയമുണ്ട്. യേശു തമ്പുരാൻ്റെ അമ്മയുൾപ്പെടെ ചില സ്ത്രീകൾ കുരിശിൻ്റെ ചുവട്ടിൽ നിന്ന് വിട്ടുമാറാതെ ചേർന്ന് നിന്നു. സകല സഹനങ്ങൾക്കും അവർ സാക്ഷിയായി. അവരവനെ ആശ്വസിപ്പിച്ചുകൊണ്ട് അവിടെ നിന്നു. അതേ സ്ത്രീകളെ ഉത്ഥാന പെരുന്നാളിൻ്റെ ദിവസവും നമ്മൾ കാണുന്നുണ്ട്. അതിരാവിലെ ഇരുട്ടുള്ളപ്പോൾ തന്നെ അവർ സുഗന്ധവർഗ്ഗങ്ങൾ ഒരുക്കിക്കൊണ്ട് യേശുവിൻ്റെ കല്ലറയിൽ സുഗന്ധധൂപങ്ങൾ അർപ്പിക്കുവാൻ പോകുന്ന രംഗം ലൂക്കോസ് എഴുതിയ രക്ഷാസുവിശേഷം 24-ാം അധ്യായത്തിൻ്റെ 1 മുതലുള്ള തിരുവചനങ്ങൾ. പ്രിയപ്പെട്ടവരെ, ഈ സ്ത്രീകളത് ചെയ്തത് യേശുവിനോടുള്ള മഹാസ്നേഹം മൂലമാണ്. സാഹചര്യങ്ങൾ, സമ്മർദ്ദങ്ങൾ സൃഷ്ടിക്കുമ്പോൾ, ഭയവും ഭീതിയും ജീവിതത്തിലുണ്ടാകുമ്പോൾ സ്നേഹം തണുത്തുറഞ്ഞു പോകരുത് എന്നൊരു പാഠം ഈ ഉത്ഥാന പെരുന്നാളിൽ നമുക്ക് ലഭിക്കുന്നുണ്ട്. നാം ഒരാളെ സ്നേഹിക്കുന്നുവെങ്കിൽ ആ ആളോട് നമ്മളെപ്പോഴും അടുത്ത് നിൽക്കണം. ആ ആളുടെ സഹനങ്ങളിൽ നാം ചേർന്ന് നിൽക്കണം. ആ ആളുടെ മരണസമയത്തും ചേർന്ന് നിൽക്കണം. മരണത്തിന് ശേഷവും ആ ആളോട് ചേർന്ന് നിൽക്കണം. ഒരാളോട് സ്നേഹമുണ്ടെങ്കിൽ നിശ്ചയമായും നമുക്ക് ആ ആളിലേക്ക് എത്താതിരിക്കാൻ കഴിയില്ല. ഇന്നലെ ഈ റെക്കോർഡ് ചെയ്യുന്നതിൻ്റെ തലേന്നാളിൽ ഒരു വീട്ടിൽ പോയി. ആ വീട്ടിൽ ബലഹീനതയുള്ള ഒരു മകനുണ്ട്. ശാരീരിക വൈകല്യമുള്ളൊരു കുട്ടിയാണ്. പക്ഷേ ദൈവം അവന് ഒരുപാട് വരദാനങ്ങൾ കൊടുത്തിട്ടുണ്ട്. അവൻ മനോഹരമായി ഓർഗൻ പ്ലേ ചെയ്യുന്നൊരു കുട്ടിയാണ്. പള്ളിയിലെ കൊയറിനൊക്കെ പാടുന്ന, കൺവെൻഷൻ കൊയറിലൊക്കെ ഓർഗൻ വായിക്കുന്നൊരു മകനാണ്. അവൻ്റെ ജീവിതത്തിൽ അവൻ്റെ ബലഹീനത അവൻ അറിയാതെ അവനെ കൊണ്ടു നടന്നിരുന്നത് അവൻ്റെ പ്രിയപ്പെട്ട അപ്പച്ചനാണ്. അപ്പച്ചൻ അവനെ എല്ലാ സ്ഥലത്തും കൊണ്ടുപോകുമായിരുന്നു. എല്ലാ ഇടങ്ങളിലും അവനെ കൊണ്ടുപോയി എല്ലാ ശുശ്രൂഷകളും ചെയ്യുവാൻ അവൻ ഒത്താശ ചെയ്തു കൊടുക്കുമായിരുന്നു. സത്യത്തിൽ അവൻ്റെ ഇടം കൈയും വലം കൈയും കാലും കണ്ണും ചെവിയും ഒക്കെ അവൻ്റെ അപ്പച്ചനായിരുന്നു. എന്നാൽ ഈ കൊറോണ കാലത്ത് ആകസ്മികമായി അവൻ്റെ അപ്പച്ചൻ അവനെ വിട്ട് പിരിഞ്ഞുപോയി. കൊറോണ അദ്ദേഹത്തെ പറിച്ചെടുത്തു കൊണ്ടുപോയി. ആ കുഞ്ഞിൻ്റെ ജീവിതത്തിൽ വലിയ ശൂന്യത വന്നു. അവൻ ആ ശൂന്യതയിലും പതറിപ്പോയില്ല. കാരണം അവൻ പറഞ്ഞത് ഇതാണ്. ഇന്നലെ സംസാരിച്ചപ്പോൾ കേട്ട് കണ്ണ് നിറഞ്ഞുപോയി. സാധാരണ ഇങ്ങനെയുള്ള ഒരു പൈതൽ പറയേണ്ടത്, എൻ്റെ എല്ലാ പ്രതീക്ഷകളും കൈവിട്ടുപോയി, എല്ലാ സാധ്യതകളും അസ്തമിച്ചു, ഇനി എനിക്ക് വഴികളില്ല, സാധ്യതകളില്ല എന്നൊക്കെയാണ്. പക്ഷെ അവൻ പറഞ്ഞത്, അച്ഛാ, എനിക്ക് ഒരു സങ്കടവും പറയാനില്ല. കാരണം എന്നെ വിളിച്ചവൻ എൻ്റെ കർത്താവാണ്. ഈ നിലയിൽ എന്നെ സൃഷ്ടിച്ചവൻ എൻ്റെ കർത്താവാണ്. അവൻ എൻ്റെ കാര്യത്തിന് തീർപ്പുണ്ടാക്കുമെന്ന് എനിക്ക് ഉറപ്പാണ്. ഒരു രൂപ പോലും വരുമാനമില്ലാതെ വഴികളും വാതിലുകളും അടഞ്ഞു. അപ്പച്ചനും അമ്മച്ചയും ഒരുമിച്ച് ആശുപത്രിയിലായി. അപ്പച്ചൻ മടങ്ങി വന്നത് മൃതദേഹമായിട്ടാണ്. അമ്മയോ അത്യാസന നിലയിൽ. ഞാനും അക്കൂടെ ആശുപത്രിയിൽ അഡ്മിറ്റായിരുന്നു. അനുഭവിച്ച പരവേശങ്ങളൊന്നും ആരോടും പറഞ്ഞാൽ മനസ്സിലാകില്ല. 8 ലക്ഷം രൂപ വേണ്ടി വന്നു അമ്മയുടെ ചികിത്സയ്ക്ക്. അത്താഴത്തിന് അരി വാങ്ങാൻ നിവൃത്തിയില്ലാത്തവൻ എന്ത് ചെയ്യും? പക്ഷേ ഒരു രൂപ പോലും ഞാൻ അന്വേഷിക്കേണ്ടി വന്നില്ല. ഞാൻ സ്നേഹിച്ച ദൈവം എൻ്റെ സ്നേഹിതന്മാരിലൂടെ അത് കരുതിയിട്ടുണ്ടായിരുന്നു. ഇന്നും ഞങ്ങൾ വലിയ സമൃദ്ധിയിലല്ലെങ്കിലും പട്ടിണിയില്ലാതെ ജീവിക്കുന്നു. ഇപ്പോഴും അമ്മ രോഗിയാണ്. ആ മകൻ പറഞ്ഞു, ഞാൻ ചോദിച്ചു അവനോട്, നീ ഇപ്പോൾ പള്ളിയിൽ കൊയർ പാടാൻ പോകുന്നില്ലേ? അവൻ പറഞ്ഞു, ഇല്ല, എൻ്റെ അപ്പച്ചൻ വിട്ടുപോയ ശേഷം എല്ലാ ഞായറാഴ്ചയും ഞാൻ അപ്പച്ചൻ്റെ കല്ലറയ്ക്കരികിൽ പോകാൻ എൻ്റെ ഇടവക പള്ളിയിലേക്കാണ് പോകുന്നത്. അവൻ പാടിയിരുന്നത് മറ്റു ചില പള്ളികളിലാണ്. അവൻ്റെ ആ സാക്ഷ്യം വളരെ വലുതാണ്. മരിച്ചിട്ടും അവൻ അപ്പച്ചനോടുള്ള സ്നേഹത്തിന് ഒരു കുറവും വന്നില്ല. ഈ സ്ത്രീകൾ അവർ കർത്താവിനോടുള്ള വലിയ സ്നേഹത്തെ പ്രതി അവൻ്റെ കല്ലറയ്ക്കരികിലേക്ക് അതിരാവിലെ ചെന്നു. സുഗന്ധവർഗ്ഗങ്ങളും കയ്യിലൊരുക്കി. ഈ മകൻ്റെ സാക്ഷ്യം കേട്ട് മടങ്ങി വന്ന ശേഷമാണ് ഈ സന്ദേശം പ്രിപ്പയർ ചെയ്യുന്നത്. ദൈവമക്കളെ, നമുക്ക് കർത്താവിനോട് എന്തോരം സ്നേഹമുണ്ട്. നമ്മുടെ പ്രിയപ്പെട്ടവരോട് എന്തോരം സ്നേഹമുണ്ട്. നമ്മുടെ പ്രിയപ്പെട്ടവർ
മരിക്കുന്ന സമയത്ത് നമ്മൾ അവരോടുള്ള സ്നേഹത്തെ പ്രതി അരികത്തുണ്ടായിരുന്നു. മരിച്ച ശേഷം അവരോടുള്ള സ്നേഹത്തെ പ്രതി എപ്പോഴെങ്കിലുമൊക്കെ അവരുടെ ഭൗതിക ശരീരം അന്ത്യവിശ്രമം കൊള്ളുന്നിടത്ത് പോയിട്ടുണ്ടോ? ഈ 4 സ്ത്രീകളുടെ നിലപാട് നമ്മളെ ചിന്തിപ്പിക്കേണ്ടതാണ്. അവർക്ക് സ്നേഹം വളരെയധികമായിരുന്നു. അതുതന്നെയാണ് ഉദ്ധിതനായ ക്രിസ്തുവിന് ലോകത്തോട് പറയുവാനുള്ള ഏറ്റവും വലിയ സന്ദേശം. യോഹന്നാൻ എഴുതിയ രക്ഷാസുവിശേഷം 13-ാം അധ്യായത്തിൻ്റെ 34-ാമത്തെ തിരുവചനം. നിങ്ങൾ ഉദ്ധിതനായ ക്രിസ്തുവിനെ അറിഞ്ഞിട്ടുള്ളവരാണെങ്കിൽ തമ്മിൽ സ്നേഹിക്കണമെന്ന്, എല്ലാ വൈരവും മറക്കണമെന്ന്, എല്ലാ വിദ്വേഷവും വെറുപ്പും ഉള്ളത്തിൽ നിന്ന് നീക്കിക്കളയണമെന്ന്, സ്നേഹം മാത്രം നിങ്ങളുടെ ജീവിതത്തിൻ്റെ കാഴ്ചപ്പാടാകണമെന്ന്, നിങ്ങൾ തമ്മിൽ സ്നേഹിക്കണമെന്ന് പുതിയ ഒരു കൽപ്പന ഞാൻ നിങ്ങൾക്ക് തരുന്നു. അത് പുതിയ കൽപ്പനയാണ്. പുതിയ കൽപ്പന തമ്മിൽ സ്നേഹിക്കണം. ഉദ്ധിതനായ ക്രിസ്തുവിനെ നമുക്ക് തരാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട സന്ദേശം അതാണ്, സ്നേഹത്തിൻ്റെ സന്ദേശം. ഞാൻ നിങ്ങളെ സ്നേഹിച്ചു. നിങ്ങൾ പാപികളായിരിക്കുമ്പോഴും ഞാൻ നിങ്ങളെ സ്നേഹിച്ചു. നിങ്ങൾ ശിക്ഷാർഹരായിരിക്കുമ്പോഴും ഞാൻ നിങ്ങളെ സ്നേഹിച്ചു. നിങ്ങൾ മരണാർഹരായിരിക്കുമ്പോഴും ഞാൻ നിങ്ങളെ സ്നേഹിച്ചു. ആ സ്നേഹനിമിത്തം ഞാൻ നിങ്ങളുടെ ശിക്ഷയേറ്റു, നിങ്ങളുടെ മരണമേറ്റു. ഇന്ന് ഞാൻ മരണത്തെ തോൽപ്പിച്ചിരിക്കുന്നു, നിങ്ങളുടെ ശിക്ഷയെ നീക്കിയിരിക്കുന്നു. ഇതെല്ലാം എനിക്ക് നിങ്ങളോടുള്ള സ്നേഹത്തെ പ്രതിയാണ്. നിങ്ങളും തമ്മിൽ സ്നേഹിപ്പീൻ. ഉദ്ധിതനായ ക്രിസ്തുവിനെ അറിഞ്ഞവർക്ക് സ്നേഹിക്കാതിരിക്കാൻ കഴിയില്ല. ഇന്നത് കേട്ടുകൊണ്ടിരിക്കുന്ന ചിലരെങ്കിലും അവരുടെ പ്രിയപ്പെട്ടവരോടുള്ള വെറുപ്പും പകയും വിദ്വേഷവും ഉള്ളിലിട്ടുകൊണ്ടിരിക്കുന്നവരാണ്. ഉത്ഥാന പെരുന്നാൾ ആഘോഷമായി കൊണ്ടാടിയപ്പോഴും അവരുടെ പ്രിയപ്പെട്ടവരോട് ഒരു വാക്ക് സംസാരിക്കുവാൻ, സ്നേഹത്തോടെ എന്തെങ്കിലും ഒന്ന് പറയുവാൻ അവർക്ക് മനസ്സ് വന്നിട്ടില്ല. അവരുടെ ഉള്ളിൽ പകയും വെറുപ്പും സൂക്ഷിച്ചു വെച്ചുകൊണ്ടാണ് അവരെ ഉത്ഥാന പെരുന്നാൾ ആചരിച്ചതെങ്കിൽ സത്യമായിട്ടും ഉദ്ധിതനായി ക്രിസ്തുവിനെ അവരറിഞ്ഞിട്ടില്ല. ക്രിസ്തു സന്ദേശം അവരുടെ നെഞ്ചകത്ത് കയറിയിട്ടില്ല. ഉത്ഥാന പെരുന്നാളിൻ്റെ അനുഭവം അവർക്ക് കിട്ടിയിട്ടില്ല. ഇന്നേ ദിവസം പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തിൽ ഈ ദൈവ സ്നേഹം വന്ന് നിറയണം. ക്ഷമിക്കുന്ന സ്നേഹം വന്ന് നിറയണം. സഹിക്കുന്ന സ്നേഹം വന്ന് നിറയണം. വിട്ടുവീഴ്ച ചെയ്യുന്ന സ്നേഹം വന്ന് നിറയണം. സ്വയം കൊടുക്കുന്ന സ്നേഹം വന്ന് നിറയണം. എല്ലാം മറക്കുന്ന, എല്ലാം പൊറുക്കുന്ന സ്നേഹം വന്ന് നിറയണം. അതാണ് ഉദ്ധിതനായ ക്രിസ്തുവിന് പറയുവാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട സന്ദേശം. മറ്റൊരു സന്ദേശം കൂടെ അതോട് ചേർത്ത് യേശുമശിഹ നമ്മളോട് പറയുന്നുണ്ട്. യോഹന്നാൻ എഴുതിയ രക്ഷാസുവിശേഷം 14-ാം അധ്യായത്തിൻ്റെ 27-ാമത്തെ തിരുവചനം. എൻ്റെ സമാധാനം ഞാൻ നിങ്ങൾക്ക് തരുന്നു, എൻ്റെ സമാധാനം ഞാൻ നിങ്ങൾക്ക് തന്നേച്ചു പോകുന്നു. അത് ലോകം തരുന്നത് പോലുള്ള സമാധാനമല്ല, മനുഷ്യരാരെങ്കിലും തരുന്നത് പോലുള്ള സമാധാനമല്ല, മെഡിക്കൽ സയൻസ് തരുന്ന സമാധാനവും അല്ല, ലോകത്തിൻ്റെ സമ്പത്തോ സ്ഥാനമാനങ്ങളോ തരുന്ന സമാധാനം അല്ല. ഞാൻ തരുന്നത് ശാശ്വത സമാധാനമാണ്. മരണഭയം മാറ്റുന്ന സമാധാനമാണ്. നിത്യശാന്തത നൽകുന്ന സമാധാനമാണ്. നിത്യജീവൻ പ്രദാനം ചെയ്യുന്ന സമാധാനമാണ്. സ്വർഗത്തിൽ ഓഹരിയും അവകാശവും പകുത്തു തരുന്ന സമാധാനമാണ്. നിങ്ങളെ ദൈവത്തോട് ചേർത്ത് വയ്ക്കുന്ന സമാധാനമാണ്. ഈ സമാധാനമാണ് ഞാൻ നിങ്ങൾക്ക് തന്നിച്ചു പോകുന്നത്. നിങ്ങൾ സമാധാനമുള്ളവരും സമാധാന പാലകരുമായിരിക്കും. ഉദ്ധിതനായ ക്രിസ്തു ഉള്ളത്തിൽ വന്നവർ സമാധാന പ്രഭുവിനെ നെഞ്ചകത്ത് സ്വീകരിച്ചതിനാൽ സമാധാനത്തിൽ നിറഞ്ഞ് സമാധാനത്തിൽ കവിഞ്ഞ് ജീവിക്കുകയും ആയിരിക്കുന്നിടങ്ങളിലെല്ലാം സമാധാനം വിതറുന്നവരായിരിക്കുകയും ചെയ്യും. സംഘർഷങ്ങൾക്കും അതുപോലെ തന്നെ മറ്റ് കുഴപ്പങ്ങൾക്കുമൊന്നും അവരുടെ ജീവിതത്തിൽ ഇടമുണ്ടാകില്ല. ഇത് സമാധാനത്തിൻ്റെ വലിയ പെരുന്നാളാണ്. ഇത് സ്നേഹത്തിൻ്റെ വലിയ പെരുന്നാളാണ്. യേശുമശിഹ ലോകത്തിന് തന്ന സ്നേഹത്തിൻ്റെ ആഘോഷമാണ് ഉത്ഥാന പെരുന്നാൾ. യേശുമശിഹ ലോകത്തിന് തന്ന സമാധാനത്തിൻ്റെ വലിയ പെരുന്നാളാണ് ഉത്ഥാന പെരുന്നാൾ. പ്രിയപ്പെട്ട ദൈവമക്കളെ, നമ്മുടെ ജീവിതത്തിൽ ഇതൊക്കെ വിളങ്ങി നിൽക്കണം. ഒടുവിലായി പറയട്ടെ, ഉദ്ധിതൻ പറയുന്നു, എൻ്റെ മഹത്വത്തിൽ നിങ്ങളെല്ലാവരെയും
എന്നോടുകൂടെ ഞാൻ ഇരുത്തും. എൻ്റെ മഹത്വത്തിൽ നിങ്ങളെല്ലാവരെയും എന്നോട് കൂടെ ഞാൻ ഇരുത്തും. ഇത് നമ്മൾ ആഴത്തിൽ പഠിക്കേണ്ട ഒരു പാഠമാണ് പ്രിയപ്പെട്ടവരെ. യേശുമശിഹ കുരിശേറ്റത്തിന് മുമ്പ് ഒരു പ്രാർത്ഥന നിർവഹിക്കുന്നുണ്ട്. ശുദ്ധമുള്ള യോഹന്നാൻ എഴുതിയ രക്ഷാസുവിശേഷം 17-ാം അധ്യായത്തിൽ മശിഹാ തമ്പുരാൻ്റെ മഹാപുരോഹിത പ്രാർത്ഥന എന്നാണ് ആ അധ്യായത്തിലെ പ്രാർത്ഥനയെ വിളിക്കുന്നത്. അതിൽ 24, 25, 26 തിരുവചനങ്ങൾ യേശുമശിഹ പിതാവാൻ ദൈവത്തോട് പറയുകയാണ്, പിതാവേ, അവിടുന്ന് ലോകസ്ഥാപനത്തിന് മുൻപേ എന്നെ സ്നേഹിച്ചിരിക്കൊണ്ട് എനിക്ക് നൽകിയ മഹത്വം നീ എനിക്ക് തന്നിട്ടുള്ളവർ കാണേണ്ടതിന് ഞാനിരിക്കുന്ന ഇടത്ത് അവരും എന്നോട് കൂടെ ഇരിക്കണമെന്ന് ഞാൻ ഇച്ഛിക്കുന്നു. നീതിയുള്ള പിതാവേ, ലോകം അങ്ങയെ അറിഞ്ഞിട്ടില്ല, ഞാനോ അങ്ങയെ അറിഞ്ഞിരിക്കുന്നു. അങ്ങ് എന്നെ അയച്ചിരിക്കുന്നു എന്ന് ഇവരും അറിഞ്ഞിരിക്കുന്നു. അങ്ങ് എന്നെ സ്നേഹിക്കുന്ന സ്നേഹം അവരിലാകുവാനും ഞാൻ അവരിലാകുവാനും ഞാൻ അവിടുത്തെ നാമം അവർക്ക് വെളിപ്പെടുത്തിയിരിക്കുന്നു, ഇനിയും വെളിപ്പെടുത്തും. എന്താണ് മശിഹ പ്രാർത്ഥിച്ചത്? ദൈവം മനുഷ്യനിൽ വസിക്കുന്നു, മനുഷ്യൻ ദൈവമാക്കപ്പെടുന്നു. ഞാനിരിക്കുന്ന ഇടത്ത് അവരെയും ഇരുത്തണം. അതാണ് എൻ്റെ ലക്ഷ്യം. ഉദ്ധിതനായ ക്രിസ്തു ഉദ്ധിതനായിരിക്കുന്നിടത്ത് നമ്മെയും അവനോട് ചേർത്ത് ഇരുത്തുക. ഇതാണ് സംഭവിക്കുന്നത്. ശരിക്കും പ്രിയപ്പെട്ടവരെ, നാം കർത്താവിലായിത്തീരുന്ന ഒരവസ്ഥയാണ് ഈ ഉത്ഥാന പെരുന്നാളിൽ നാം ആസ്വദിക്കേണ്ടത്. ഭൗമലോകത്തിൻ്റെ കെട്ടുപാടുകളിലും പറ്റുമാനങ്ങളിലും ബന്ധിതരായി കിടക്കുന്നവരായിട്ടല്ല, ഇതിൽ നിന്നൊക്കെ നിർവ്വാണം പ്രാപിച്ചിട്ട് വർണ്ണിക്കാനാകാത്ത മഹാസ്വാതന്ത്ര്യം അനുഭവിച്ചിട്ട് മരണത്തെ തോൽപ്പിച്ച് ഉത്ഥാനം ചെയ്ത് ഇന്നും ജീവിക്കുന്ന പരിശുദ്ധനായ മശിഹായോട് ചേർന്ന് അവനെ ആരാധിക്കുന്നവരായി നാം തീരണം. അതിനാണ് കർത്താവ് നമ്മെ വിളിച്ചിരിക്കുന്നത്. ഉത്ഥാന പെരുന്നാൾ ദൈവത്തോടുള്ള സഹവാസത്തിൻ്റെ ഓർമ്മപ്പെടുത്തലാണ്. ദൈവത്വത്തിലേക്കുള്ള വളർച്ചയുടെ വിളംബരമാണ്. മനുഷ്യനെ ദൈവമാക്കുവാൻ ദൈവം ചെയ്ത മഹാത്യാഗത്തിൻ്റെ വിളംബരമാണ്. ശത്രുവിനെ മിത്രനും പുത്രനുമാക്കുവാൻ കൂടെ ചേർത്ത് നിർത്തിയ ദൈവസ്നേഹത്തിൻ്റെ വിളംബരമാണ്. പ്രിയപ്പെട്ടവരെ, ഈ ഉത്ഥാന പെരുന്നാൾ നമ്മുടെയൊക്കെ ജീവിതത്തിൽ വലിയ ആത്മാനന്ദത്തിൻ്റെ അനുഭവമായി മാറണം, വലിയ സമാധാനത്തിൻ്റെ അനുഭവമായി മാറണം, നിറഞ്ഞു കവിഞ്ഞൊഴുകുന്ന സ്നേഹത്തിൻ്റെ അനുഭവമായി മാറണം. നമ്മുടെ ജീവിതത്തിൽ എന്നും കർത്താവിൻ്റെ മഹത്വത്തിൽ പങ്കുചേരുന്ന അനുഭവമായി മാറണം. ഉത്ഥാന പെരുന്നാളിൻ്റെ എല്ലാ ഭാവുകങ്ങളും ആശംസകളും മംഗളങ്ങളും നേരുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. സ്നേഹവാനായ നല്ല കർത്താവേ, തൃപ്പാദപീഠത്തിൽ നിൻ്റെ മക്കളെ വിളിച്ച് ചാരത്ത് ചേർത്ത് ഇരുത്തി അവിടുന്ന് ഞങ്ങളോട് മധുരമായി സംസാരിച്ചു കൊണ്ടിരുന്നല്ലോ. ഉത്ഥാന പെരുന്നാൾ പ്രത്യാശ പകരുന്ന പെരുന്നാളാണ്, മരണഭയം മാറ്റുന്ന പെരുന്നാളാണ്, മരണത്തിനപ്പുറം ഒരു ജീവിതമുണ്ടെന്ന് ബോധ്യപ്പെടുത്തുന്ന പെരുന്നാളാണ്. കർത്താവിനോടുള്ള സ്നേഹം വെളിപ്പെടുത്തുവാൻ നമുക്ക് പ്രേരണ നൽകുന്ന പെരുന്നാളാണ്. കർത്താവേ, അത് സ്നേഹത്തിൽ നിറഞ്ഞ് കവിയേണ്ട പെരുന്നാളാണ്. സമാധാനം ആഴത്തിൽ അനുഭവിക്കേണ്ട, സമാധാനം പങ്കിടേണ്ട പെരുന്നാളാണ്. ദൈവത്തോടു കൂടിയുള്ള വാസത്തെക്കുറിച്ച് ധ്യാനിക്കേണ്ട പെരുന്നാളാണ്. ഉത്ഥാനത്തിൻ്റെ നാളുകളിൽ ഞങ്ങളുടെ ജീവിതത്തിൽ ഈ കൃപകളെല്ലാം വന്ന് നിറഞ്ഞിട്ട് ഞങ്ങൾ വലിയ ധന്യത അനുഭവിപ്പാൻ കൃപയാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഈ ദിവസം പാദപീഠത്തിൽ ഇരുന്നത് കൊണ്ട് ഞങ്ങളുടെ ജീവിതത്തിൽ ഇത്തരമുള്ള ആത്മീയ അനുഭവങ്ങളൊക്കെ സ്വായത്തമാക്കാൻ ഞങ്ങളെ സഹായിക്കണം. കൃപ വ്യാപരിക്കണം നല്ല ദൈവമേ. പ്രാർത്ഥന കേട്ടതുകൊണ്ട് സ്തോത്രം. ഞങ്ങൾ നിനക്കും ഏകജാതനും പരിശുദ്ധാത്മാവിനും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും തന്നെ. ആമേൻ.